ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ മുടി വീട്ടിൽ വെച്ചിട്ട് തന്നെ കളർ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ മുന്നേ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഷോപ്പിൽ വെച്ചിട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ബർഗണ്ടി കളറായിരുന്നു. പിന്നെ ഞാനൊരു പ്രാവശ്യം ഇതുപോലെ സ്വയം ചെയ്തു. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. പെരുന്നാളൊക്കെ ആയപ്പോൾ ഒന്നും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഷോപ്പിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും പിന്നെ ചെറിയ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് ടൈമൊക്കെ എടുക്കില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹെയറിൽ ഇപ്പോൾ ഒരു റെഡ് ഒരു ഗോൾഡൻ കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു മിക്സ് ചെയ്ത കളറ് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ റെഡിഷ്, അതായത് ഒരു ബർഗണ്ടി കളർ കുറച്ച് അധികമായിട്ട് വന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം കുറച്ച് ബ്ലാക്ക് കൊടുത്ത് ആ ഒരു അധികമുള്ള റെഡൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. പിന്നെ അതാ ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. സ്ട്രീറ്റ്സിൻ്റെ കാപ്പച്ചിനോ ബ്രൗൺ എന്നുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. ഇതിങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ രണ്ട് സ്റ്റെപ്പായിട്ട്, അതായത് രണ്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ടാ. ഫസ്റ്റത്തെ ബോക്സിലുള്ളത് നമ്മൾ ഹെയർ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്ലീച്ച് ചെയ്ത ഹെയറിലാണ് ഭയങ്കരമായിട്ട് കളർ പിടിക്കുള്ളൂ. അപ്പോൾ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പൗഡർ 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. 2 പാക്കറ്റും അതിലേക്ക് ആവശ്യമായ ഡെവലപ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷ്, ഗ്ലോ, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ള കളറിൻ്റും അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ബ്ലീച്ചിൻ്റെ പൗഡർ നമ്മൾ നന്നായിട്ടൊരു, നമ്മൾ സ്റ്റീൽ പാത്രം എടുക്കരുത്. ഒന്നെനിക്ക് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രമോ അല്ലെങ്കിൽ നമ്മളെ ഗ്ലാസിൻ്റെ പാത്രം ഉപയോഗിക്കുക. എന്നിട്ട് ഞാനിതാ ഈ ഒരു പാക്കറ്റ് മുഴുവൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ 2 പാക്കാണുള്ളത്. ഫസ്റ്റത്തെ ഒരു പാക്ക് മുഴുവൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഡെവലപ്പറും ആഡ് ചെയ്ത്, അത് മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു 2 പാക്കിലേക്ക് യോജിച്ച് അത്രയും ഡെവലപ്പർ ഒരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളുള്ള ഒരു ബുക്കും അതുപോലെ തന്നെ ഒരുപാട് ഷെയ്ഡ് അതിൽ അവൈലബിൾ ആണ് കേട്ടോ. വ്യത്യസ്ത തരം ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോൾഡൻ ഷെയ്ഡും പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ലുക്ക് ബുക്കും ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ചീകി, കെട്ടൊക്കെ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം ചെയ്ത ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഒന്നും കൂടി ചെയ്യണത്. പിന്നെ ഈ ഒരു ഇതുണ്ട് കേട്ടോ, അതായത് അലൂമിനിയം ഫോയിൽ പേപ്പറും നമുക്ക് കളർ ചെയ്തിട്ട് വെക്കാനുള്ള, അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഇടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബ്ലാക്ക് മുടി നിന്നോട്ടെ വിചാരിച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് എല്ലാം കൂടി കളർ ചെയ്തതിന് ശേഷം മൊത്തം ഒരൊറ്റ അലൂമിനിയം ഫോയിൽ ഇങ്ങനെ പൊതിയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒരു സൈഡത്തത് അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബാക്കിയുള്ള മുടിമലി എനിക്ക് ഇടണ്ട, ഞാൻ അടുത്ത സൈഡിലാണ് ഞാനിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ചെയ്യണ പോലെ അതിലാവശ്യമായ എല്ലാ സാധനവും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര റേറ്റ് ആയിട്ട് അധികം റേറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറേ ബ്രാൻഡിൻ്റെത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബ്രാൻഡിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം നമ്മൾ ബ്ലീച്ച് ചെയ്യുന്ന സമയത്ത് മുടി ഭയങ്കരമായിട്ട് പൊട്ട്, അതിൽ ഭയങ്കര ഡ്രൈ ആവുക, ആ ഒരു പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഈ ഒരു ബ്രാൻഡ് ഭയങ്കരമായിട്ട് കളർ പിടിക്കും ചെയ്യും. ഞാൻ ഗാർണിയറിൻ്റെ ഒക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തീരെ ഒരു കളർ കിട്ടിയിട്ടുമില്ല. പിന്നെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടോ. ഈ ഒരു ഇത് ഉപയോഗിച്ച ശേഷം നല്ല മാറ്റമുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് അധികം ടൈമൊന്നും വെച്ചില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഞാനത് ഈ ഒരു ഇതിൻ്റെ കണ്ടീഷണർ ഉണ്ട് കേട്ടോ, അവരെ ഒരു കണ്ടീഷണർ വെച്ചിട്ട് ഞാൻ അത് കഴുകി കളഞ്ഞിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കളറും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ലുക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല കളറായിട്ടുണ്ട്. പിന്നെ അതാ എണ്ണ ഉള്ളതുകൊണ്ടാണ് കേട്ടോ മുടി ഇങ്ങനെ. അപ്പോൾ ഈ ഒരു കമ്പനി ഭയങ്കര നല്ലതാണ്. ഡ്രൈനെസ്സും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്.